ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫ്രൈഡ് ചിക്കനാണ്. നമുക്ക് KFCന്നും ചിക്കനിന്നൊക്കെ കിട്ടുന്ന ഫ്രൈഡ് ചിക്കൻ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും. അതും വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി. നമ്മളിതിൽ അനിയൻ പൗഡറോ ഗാർലിക് പൗഡറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മളെ വീട്ടിലുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ചിക്കൻ 3 പ്രാവശ്യം മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റത്തെ മാരിനേഷന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് ബട്ടർ മിൽക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് നമ്മളെ മോര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പാല് പിരിയിപ്പിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കുക. ഒരു 10 മിനിറ്റ് സമയം മാറ്റി വെക്കുക. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു വലിയ ഉള്ളിയും അതിങ്ങനെ 2 പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കണം. ഇങ്ങനെ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ബട്ടർ മിൽക്ക് അത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കുക. അതിനുശേഷം ഇതിൽക്കായിട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ചിക്കൻ ഇതിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ സ്കിന്നില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. സ്കിന്നുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഈ ചിക്കൻ പീസസൊക്കെ ഇതിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. ഇനി നമ്മളിത് എത്രത്തോളം സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണോ അത്രയും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. എന്തായാലും ഒരു 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഞാൻ രാവിലെ തന്നെ ആക്കിയിട്ട് പിന്നെ രാത്രിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 8 മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാരിനേഷനുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു പകുതി വലിയ ഉള്ളിയും പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും ഇതിൽ തന്നെ ഒരു കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അത് അരച്ചതിന് ശേഷം നമുക്ക് 1/2 കപ്പ് മൈദ ഇതിൽക്കായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ വിനീഗറും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. സാധാരണ നമ്മൾ ഇതുപോലെ ഫ്രൈഡ് ചിക്കനും ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ചെയ്യുന്ന സമയത്ത് അനിയൻ പൗഡറും ഗാർലിക് പൗഡറൊക്കെയാണ് യൂസ് ചെയ്യുക. അതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സാധാരണ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 3rd മാരിനേഷൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിൽ ഓട്സ് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് ഓട്സാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ആദ്യം ഒന്ന് പൗഡർ ആവണ വരെ അടിച്ചെടുക്കാം. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/2 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കട്ടോ, കാരണം നമ്മൾ എല്ലാ മാരിനേഷനിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് എല്ലാത്തിലും ഇട്ട് കൊടുത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നമുക്കൊന്നും കൂടെ അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല പോലെ മസാല പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ചിക്കൻ പൊരിക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് നമ്മുടെ 2nd മാരിനേഷനും 3rd മാരിനേഷനും റെഡിയാക്കി വെച്ചാൽ മതി. മുന്നേ തന്നെ ആക്കണമെന്നില്ല. ഓട്സും മൈദപ്പൊടിയൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു പൗഡറാണിത്. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിൽ കോട്ട് ചെയ്തെടുക്കാം. ആദ്യം ഒരു ചിക്കൻ്റെ പീസ് എടുത്തിട്ട് അതൊന്നിങ്ങനെ കുടഞ്ഞു കൊടുക്കുക. നമ്മുടെ ഫസ്റ്റ് മാരിനേഷൻ അതിൽ പിടിച്ചിട്ടുള്ളത് മാത്രം മതി, അല്ലാതെ കൂടുതലായിട്ട് ഇങ്ങനെ ഒട്ടിക്കിടക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ പീസ് നമ്മൾ മുട്ടൻ്റെ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. എക്സസൈസിലെ മാരിനേഷൻ പോകാൻ വേണ്ടിയിട്ട് ചിക്കൻ പീസ് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൗഡറിലേക്ക് ഇടാം. ഈ ഒരു സ്റ്റെപ്പാണ് നമ്മൾ നല്ലോണം ടൈം എടുത്തിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. ചിക്കൻ്റെ പീസിൽ എവിടെക്കാണോ നനവുള്ളത് അവിടെ എല്ലാം ഈ പൊടി വെച്ചിട്ട് ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കണം. സാധാരണ നമ്മളിപ്പം എന്താ പറയുക, കട്ട്ലറ്റൊക്കെ കോട്ട് ചെയ്യുന്ന സമയത്ത് ബ്രെഡ് ക്രംസ് ആക്കൂലേ, അതുപോലല്ല ചെയ്യേണ്ടത്. ഇതിലിങ്ങനെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പൊടി ഇട്ടിട്ട് ചിക്കൻ്റെ പീസിൻ്റെ മേലെ വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് പൊടി എത്തിക്കാൻ വേണ്ടിയിട്ട്.
ഞാൻ പറയണേനേക്കാളും ചെയ്യണത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. നല്ലോണം കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നാലേ ആ നനവുള്ള ഭാഗത്തൊക്കെ പൊടി നല്ലോണം സ്റ്റിക്കായിട്ട് നിൽക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഓയിലിട്ട് പൊരിക്കുന്ന സമയത്ത് ഈ കോട്ടിങ് പെട്ടെന്ന് തന്നെ വിട്ടുപോരും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2-3 മിനിറ്റ് ടൈം എടുത്തിട്ട് നല്ലോണം സ്ലോ ആയിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ആ പൗഡർ വെള്ളമുള്ള സ്ഥലത്തൊക്കെ എത്തിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. നമ്മൾ പണി വേഗം കഴിയാൻ വേണ്ടിയിട്ട് എല്ലാ ചിക്കൻ പീസസും ഇങ്ങനെ പൊടിയിൽ കോട്ട് ചെയ്ത് വെക്കരുത്. പൊരിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ മാത്രം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള ഈർപ്പം പുറത്തേക്ക് വന്നിട്ട് വീണ്ടും എന്താ പറയുക, ഒരു ഒട്ടിപ്പിടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ വെള്ളം വരുന്ന തരത്തിലായിപ്പോവും. അപ്പം പൊരിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ മാത്രമായിട്ട് ഇത് ചെയ്യുക. ആദ്യം ഒരു 2 പീസ് റെഡിയാക്കി വെക്കുക, എന്നിട്ട് പിന്നെ അത് പൊരിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി 2 റെഡിയാക്കാം. അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ പൊരിക്കാനായിട്ടുള്ള ഓയിൽ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചാണ്. നമ്മൾ ചിക്കൻ പീസസ് മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വേണം ഓയിൽ വരാൻ. പിന്നെ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കാൻ നോക്കുക. ഇതിലാവുമ്പം നല്ലോണം ഹീറ്റ് വന്നിട്ട് എല്ലാ ഭാഗത്തുനിന്നും ഒരേപോലെ വേഗം തന്നെ കുക്കായിട്ട് കിട്ടും. നോൺ സ്റ്റിക്കിനേക്കാളും ഇത് പൊരിക്കാൻ നമ്മുടെ ഇരുമ്പിൻ ചട്ടിയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാൻ കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റത്തെ ചിക്കൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിലിടുക. അതിനുശേഷം മേൽഭാഗത്തേക്ക് ഓയിൽ എത്തണില്ല എന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ കോരി മേൽഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് പൊരിക്കുന്ന സമയത്തും പാൻ ഇങ്ങനെ ക്രൗഡഡ് ആയിട്ട് നിൽക്കുന്ന തരത്തിൽ ചെയ്യരുത്. ഒരു സമയം 2 പീസൊക്കെ ഇട്ട് കൊടുത്താൽ മതി, എന്നാലേ അത് നല്ലപോലെ കുക്കാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 2 പീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മേൽഭാഗം ഒന്നിങ്ങനെ കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. ആ ചിക്കൻ്റെ ഉള്ളിൽ വേവാനുണ്ട്. പിന്നെ ഫ്ലെയിം വല്ലാതെ കൂട്ടി വെക്കണ്ട. അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ പുറത്തുള്ള കോട്ടിങ് പെട്ടെന്ന് തന്നെ കളറ് മാറും, ഉള്ളിൽ വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ നല്ലോണം വെന്തിട്ട് ഓയിലിൽ നിന്ന് കോരിയെടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് നമുക്ക് അടുത്ത പീസസ് ആദ്യം ആ മുട്ടൻ്റെ മിക്സിയിലിടുക. എന്നിട്ട് പിന്നെ ഈ പൊടിയിൽ ഇതേപോലെ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. 2 പീസും നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കൻ പീസസും പൊരിച്ചെടുക്കാം. ചിക്കൻ വേവാൻ ഒരു 6-7 മിനിറ്റ് എടുത്തിന് കേട്ടോ. അപ്പം ആ സമയം നമ്മളിങ്ങനെ മറിച്ചിട്ടുകൊണ്ടേ ഇരിക്കണം. ഒരേ സൈഡ് തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ആ ഭാഗം പെട്ടെന്ന് തന്നെ കളറ് മാറിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ മറിച്ചിട്ടിട്ട് നല്ലോണം പൊരിച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ചിക്കൻ്റെ അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോട്ടിങ്ങും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനുമാണ് ഉള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തുകൊണ്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിലുണ്ടാക്കുന്നതാണ്. നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ. കാരണം ഇതിൽ ടേസ്റ്റ് കൂടാനായിട്ട് ഒരു തരം കെമിക്കൽസും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. പിന്നെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന കുബൂസിൻ്റെയും മയണൈസിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്